ഓഫീസിനെ ചൊല്ലി വട്ടിയൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്തും ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയും തമ്മിലുണ്ടായ തർക്കം ആയുധമാക്കി സിപിഎമ്മിനെ നേരിടാൻ ബിജെപിയുടെ നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വാദം ഉയർത്തി വിഷയം സിപിഎമ്മിനെതിരെ തിരിച്ചുവിടാനാണ് തിരുവനന്തപുരത്തെ പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടക നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. സിപിഎമ്മിന്റെ ഭരണ സ്വാധീനത്തിൽ നടന്ന ഇത്തരം ക്രമക്കേടുകളെ ശക്തമായി നേരിടാനാണ് നീക്കം നടക്കുന്നത്. ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിജെപിക്കായിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് ബിജെപി നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നാണ് പുതിയ ഭരണസമിതിയുടെ ആവശ്യം. വി കെ പ്രശാന്ത് എംഎൽഎയോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടയിലാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത്. സിപിഎമ്മിന്റെ മുൻ ഭരണസമിതികൾ നടത്തിയ അഴിമതികളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ സിപിഎം തന്നെ നൽകിയ അവസരം അവരെ അടിക്കാനുള്ള വടിയാക്കാനാണ് ബിജെപിയുടെ ശ്രമം. അതേസമയം ശ്രീലേഖ ഓഫീസ് ആവശ്യപ്പെട്ട വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ലെന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം വിശദമായി പരിശോധിക്കുമെന്നും വി രാജേഷ് പറഞ്ഞിരുന്നു. അതേസമയം എംഎൽഎയുടെയും കൗൺസിലറുടെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണെന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സർക്കാരിന് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കോർപ്പറേഷൻ കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നാണ് പരാതി.